ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ പുറത്തിറക്കാൻ വേണ്ടി നന്ദു ഒരുപാട് പരിശ്രമിക്കുകയാണ്. മോൻ തന്നെ പറഞ്ഞില്ലേ, മോനെ സ്നേഹിക്കുന്നത് പോലെ പപ്പയും അമ്മയും വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, മോനിങ്ങനെ കഥ കടച്ചിരിക്കുമ്പോൾ ഇവരെത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന്. അതുകൊണ്ട് മോൻ പുറത്തിറങ്ങണം. ആൻറ്റി അല്ലേ പറയുന്നത്, ഡോക്ടർ ആൻറ്റി ഇഷ്ടമല്ലേ, പിന്നെ മോൻ്റെ പപ്പയെയും അമ്മയെയും ഒക്കെ ഇഷ്ടമല്ലേ? ആ ഇഷ്ടമാണ് എങ്കിൽ പിന്നെ കഥ തുറക്കണം. അല്ലെങ്കിലേ ഇവരെത്രമാത്രം സങ്കടപ്പെടുമെന്ന് അറിയാമോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോൻ്റെ പപ്പയും അമ്മയുമാണിത്. മോനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പക്ഷേ അത് മോനോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ഒരുപാട് സ്നേഹം കൊണ്ടല്ലേ അതൊന്നും പറയാതിരുന്നത്. ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നോക്കിയേ, മോൻ്റെ അമ്മ എത്രമാത്രം കരയുന്നുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ കൊച്ചിനോട് ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ പിങ്കിയും സംസാരിക്കുകയാണ്, മോനെ നന്ദു ഇറങ്ങടാ, പുറത്തിറങ്ങടാ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമാകടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം അവിടെ പറയുകയാണ്, മോനെ നന്ദു ഇറങ്ങി വാ മോനെ. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞതിന് ശേഷം നന്ദു അവിടെ കഥ തുറക്കുക. കഥ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പിങ്കിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷം തോന്നി. പിങ്കി നേരെ കൊച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് കവള് നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ്. എന്തിനാണ് മോനെ നീ കഥ കടച്ച് കുറ്റിയിട്ടിരുന്നത്? അമ്മ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാവോ? എൻ്റെ നന്ദുമോൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ആരാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് സങ്കടമൊക്കെ പറയുക. അങ്ങനെ നമ്മുടെ നന്ദയും അതേപോലെ തന്നെ നന്ദുമോനോട് സംസാരിക്കുകയാണ്, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. കണ്ടില്ലേ പപ്പയും അമ്മയും എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് മോൻ കണ്ടില്ലേ? പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇല്ല ഡോക്ടർ ആൻറ്റി, എങ്കിൽ പിന്നെ പപ്പയോട് അമ്മയോടൊക്കെ സോറി പറയണം. ഇനി മേലാൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് അവരോട് തുറന്നു പറയണം. എന്താ പറയില്ലേ? ആ പറയാം. അങ്ങനെ കൊച്ചു പോയി ഇവർ രണ്ടുപേരും കൂടി പപ്പ അമ്മ സോറി, ഇനി ഞാനിങ്ങനെ മേലെ എങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് സമാധാനിപ്പിക്കുകയാണ് ഇവർ എല്ലാവരെയും. അങ്ങനെ ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഗൗതമാണെങ്കിൽ പിങ്കിയെ ചേർത്ത് പിടിച്ച് നന്ദുമോനെയും ചേർത്ത് പിടിച്ചിട്ട് അവർ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ മനസ്സും കിടന്ന് ഉരുകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുമെന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ നന്ദ അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോഴേക്കും ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ലക്ഷ്മി ആണെങ്കിൽ ആകെ പരക്കവൻ നിൽക്കുക. കാരണം ഇനി ഗൗതത്തെ അങ്ങനെ നന്ദ തട്ടിയെടുക്കോ എന്നൊരു ഒറ്റ ഉദ്ദേശമാണ് ഇവരുടെ മനസ്സിൽ. അങ്ങനെ പിന്നീട് നന്ദ പുറത്തേക്ക് ഇറങ്ങി വരിക. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്തായി, നന്ദുമോൻ പുറത്തേക്ക് ഇറങ്ങി വന്നോ എന്ന് ചോദിക്കുകയാണ്. നന്ദു വന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നന്ദുവിനിപ്പോൾ ഒരു പ്രശ്നവുമില്ല. അവൻ പിങ്കിയോടും ഗൗതം സാറോടും ഒക്കെ സോറി പറഞ്ഞു. ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. നിങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി വിളിക്കുകയാണ് നന്ദയെ. നന്ദ അവിടെ നിന്ന്, എന്താ എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. എന്താ പിങ്കി? ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചില്ല ഇനി ഒരിക്കലും നന്ദുമോനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ നന്ദ, നീ കാരണമാണ് എനിക്ക് നന്ദുമോനെ തിരിച്ചു കിട്ടിയത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. വല്ലതും കഴിച്ചിട്ടോ കുടിച്ചിട്ടൊക്കെ പോകാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോവാണ്. പിന്നെ പിങ്കിയും എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അതുകൊണ്ടാണല്ലോ കൊച്ചിനിങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുകളും ഉണ്ടാവില്ല പിങ്കി, നിനക്ക് ധൈര്യത്തോടെ ഇരിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദ പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും നന്ദ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ലക്ഷ്മി, പിങ്കി നീ എന്ത് ഭാവിച്ച പിങ്കി, നീ എന്തേ കാണിച്ചു വിട്ടത്? എന്താ? അല്ല, നീ അവളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് അവൾക്ക് ഭക്ഷണവും ചോറും വെള്ളമൊക്കെ കൊടുക്കാനാണോ നിന്റെ തീരുമാനം? പിന്നെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ കരടായി തീരും പിങ്കി. അമ്മേ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ മോൻ്റെ മനസ്സ് മാറ്റിയെടുത്തതാണ് നന്ദ. അപ്പോൾ എൻ്റെ മോൻ സ്നേഹിക്കുന്നവരെ എനിക്ക് സ്നേഹിക്കണം, അല്ലാതെ വെറുതെ വിടാനൊന്നും പറ്റില്ല. നീ അങ്ങനെയൊക്കെ പറഞ്ഞോ, പക്ഷേ അവൾ ഇവിടെ വലിയൊരു വിഷം ചേറ്റാനുള്ള പുറപ്പാടാണ് അവൾ ചെയ്തു കൂട്ടുന്നത്. അതൊന്നും നീ മറക്കാൻ നിൽക്കരുത് പിങ്കി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അമ്മ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോവുകയാണ്. ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അപ്പോൾ ലക്ഷ്മിയോട് അവിടുത്തെ ജഗന്നാഥനും പറയാണ്, ലക്ഷ്മി ഇത് സൂക്ഷിക്കണം. നന്ദ ഇവിടം വരെ എത്തി. ആദ്യം അവള് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഇനി ഗൗതത്തിൻ്റെ കൂടെ ചേർന്ന് അവള് ഇവിടെ വലിഞ്ഞു കയറാനുള്ള ഭാവത്തിലാണ്. ഇത് കേട്ട നമ്മുടെ മോഹിനിയാണെങ്കിൽ ഏതായാലും ജഗന്നാഥൻ ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് ശരി. അവള് ഇവിടെ വലിഞ്ഞു കയറി ഇവിടെ സ്ഥാനം ഉറപ്പിക്കാൻ തന്നെയാണ് അവളുടെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മിയുടെ മനസ്സിൽ വല്ലാത്തൊരു ആദിയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതം നന്ദുമോനെ ആശ്വാസപ്പെടുത്തുകയാണ്. മോനെ, പപ്പ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാവോ? ഇതൊന്നും പപ്പ മോനോട് പറയാതിരുന്നതല്ല.
ദേ എപ്പോഴെങ്കിലും മോനോട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പറയണ്ടെന്നൊക്കെ കരുതിയിട്ടാ. പപ്പയോടും അമ്മയോടും ഒരിക്കലും ദേഷ്യപ്പെടരുത്, ഞങ്ങളെ വെറുക്കരുത് മോൻ. ഇല്ല പപ്പ, നിങ്ങൾ രണ്ടുപേരെ ഞാൻ വെറുക്കില്ല. എൻ്റെ പപ്പയും അമ്മയല്ലേ, എനിക്ക് ഭയങ്കര സ്നേഹമല്ലേ നിങ്ങളോട്. അപ്പോൾ ഇതേപോലുള്ള പ്രവർത്തികൾ ഇനിയൊന്നും ചെയ്യരുതേ. ഇല്ല പപ്പ. എന്നാലും പപ്പ, എൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും ആരാണ്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഒന്നും മിണ്ടാതിരിക്കുക. മോനെ, ഇനിയും പപ്പയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പപ്പയെ മനസ്സ് വേദനിപ്പിക്കരുത്. ഇല്ല പപ്പ, ഞാൻ മനസ്സ് വേദനിപ്പിക്കില്ല. ദേ ഇനി നമ്മൾ 3 പേരും ഒറ്റ കുടുംബമാണ്. 3 പേരല്ല, 5 പേരാണ്. 5 പേരോ? ഓ, മുത്തശ്ശനും മുത്തശ്ശിയായിരിക്കും അല്ലേ? അല്ല, മുത്തശ്ശനും മുത്തശ്ശിയല്ല, ഗൗരിയും നന്ദ ഡോക്ടറിനെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് കേട്ട ഗൗതം ഒന്നും മിണ്ടുന്നില്ല. എന്താ പപ്പ, അവർ രണ്ടുപേരെയും കൂടി നമ്മുടെ ഫാമിലിയെ കൂട്ടാൻ പറ്റുമോ? പറ പപ്പ, എന്താന്ന് വെച്ചാൽ പറ. എന്താ ഒന്നും പറയാത്തത്? കൂട്ടാൻ മോനെ. മോൻ്റെ ആഗ്രഹം എന്താണോ അതെല്ലാം ഈ പപ്പ സാധിച്ചു തരും. മോൻ്റെ സന്തോഷത്തിന് വേണ്ടി പപ്പ ഏത് കാര്യം ചെയ്യാനായിട്ടും തയ്യാറാണ് എന്നും പറയുക. പിന്നെ ഇന്ന് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകാം. എന്നിട്ട് മോന് ഇഷ്ടമുള്ള ടോയ്സും കാര്യങ്ങളും ഒക്കെ മേടിക്കാം. ദേ മോൻ്റെ മനസ്സ് ഒരിക്കലും സങ്കടപ്പെടാനായിട്ട് പാടില്ല, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പറ, മനസ്സിലായില്ലേ? ഞാൻ സന്തോഷത്തോടെ ഇരിക്കുള്ളൂ. ഡോക്ടർ ആൻറ്റി എന്നോട് അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി ഡോക്ടർ ആൻറ്റി പറയുന്നതിൽ അപ്പുറം ഞാൻ പോവില്ല എന്ന് കൊച്ചും പറയുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പിങ്കിയെ ഉപദേശിക്കാനായിട്ട് വിളിക്കുകയാണ്. എന്താ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? മോളെ പിങ്കി, ദേ നീ നന്ദ ഇവിടെ കയറ്റിയത് വലിയൊരു തെറ്റ് തന്നെയാണ് അല്ലെ? എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ് അമ്മേ. അമ്മയ്ക്ക് നേരത്തെ നന്ദ എന്ന് പറഞ്ഞ ജീവനായിരുന്നില്ലേ? അമ്മയുടെ പൊന്നു മോളായിരുന്നില്ലേ നന്ദ? അപ്പോഴും എന്നെ ആയിരുന്നു അമ്മയ്ക്ക് വെറുപ്പ്. ഇപ്പം എന്താ മാറിത്തിരിഞ്ഞു പോയത്? മോളെ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. എല്ലാ ബന്ധവും അങ്ങനെ ഇതായിട്ട് നിൽക്കില്ല മോളെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. നന്ദയെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് സ്നേഹിച്ചത്. പക്ഷേ അവൾ ഞാൻ പറഞ്ഞിട്ട് പോലും നിന്നില്ല. ആ കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് അവൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ഞാൻ അവളെ കാല് പിടിച്ച് അപേക്ഷിച്ചു, പക്ഷെ അവൾ നിന്നില്ല. ആ കുഞ്ഞിനെ അവൾ കൊലയ്ക്ക് കൊടുത്തില്ലേ? ആ കുഞ്ഞിപ്പോൾ എവിടെ? ഇല്ലല്ലോ, ജീവിച്ചിരിക്കുന്നുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും ഒരു ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവളോട് ഞാൻ ക്ഷമിച്ചാനായിരുന്നു. പക്ഷേ നിനക്ക് ആ ഒരു വേദന ഇല്ലേ പിങ്കി? നീയും പ്രസവിച്ച കുഞ്ഞല്ലേ? കുഞ്ഞിനെ കൊണ്ടല്ലേ അവൾ നശിപ്പിച്ചത്. അപ്പോൾ നിനക്കതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സങ്കടമില്ലേ? സങ്കടം ഉണ്ടമ്മേ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നന്ദുമോൻ്റെ മനസ്സ് മാറ്റിയെടുത്തത് അവൾ തന്നെയല്ലേ? ശരിയാണ്. ആ കൊച്ചിനോട് സത്യങ്ങൾ മുഴുവനും പറഞ്ഞു. എന്നിട്ട് പിന്നീട് അത് സോൾവ് ആക്കാനായിട്ട് വന്നു. അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിച്ചു. ഇതാണ് അവൾ ചെയ്ത പ്രവൃത്തി. ഇതൊന്നും നിസ്സാരമായി കാണരുത് മോളെ. ഞാൻ പിന്നെ എന്താണ് അമ്മ ചെയ്യേണ്ടത്? ദേ എനിക്ക് നന്ദുമോൻ്റെ സന്തോഷമാണ് വലുത്. അവൻ നന്ദയോട് എന്തൊക്കെയോ ഒരു അടുപ്പം കൂടിയിട്ടുണ്ട്. നീ അങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം. ദേ ഗൗതത്തിൻ്റെ ഭാര്യ ആയിരുന്നു നന്ദ. ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു കടുങ്കല്ലായി തീരും. അമ്മേ, അങ്ങനെ സംഭവിക്കണമെങ്കിൽ സംഭവിച്ചോട്ടെ. പക്ഷെ അങ്ങനെ സംഭവിക്കലും തന്നെയാണ് എൻ്റെ വിശ്വാസം. നന്ദ ഒരുപാട് മാറിപ്പോയി അമ്മേ. അതൊക്കെ അവളുടെ വെറും അഭിനയമാണ്. ഈ കുടുംബത്തിലേക്ക് വന്നു ചേരാനുള്ള അവളുടെ അഭിനയം. നീ അത് മനസ്സിലാക്കേണ്ടതുണ്ട് പിങ്കി. പിന്നെ കരഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പൊ കണ്ടില്ലേ, കൊച്ചിനെ വശത്താക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാവരെയും അവൾ വശത്താക്കും. എന്നിട്ട് നിന്റെ ജീവിതം താറുമാറാക്കും. പിന്നെ നന്ദുമോനെയും നിനക്ക് കിട്ടില്ല, അവനെയും നിനക്ക് നഷ്ടപ്പെടും പിങ്കി. ഇതൊക്കെ പറഞ്ഞ് പിങ്കിയുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് കേട്ടപ്പോഴേക്കും പിങ്കിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നി. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഗൗതവും അതേപോലെ തന്നെ നന്ദുമോനൊക്കെ പിങ്കിക്ക് നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതവും അതേപോലെ തന്നെ പിങ്കിയും നന്ദുവും കൂടി നന്ദയുടെ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആരുമില്ല, ഡോറൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ആരുമില്ലെന്നാ തോന്നുന്നല്ലോ. ശരി, ഞാൻ വിളിച്ചു നോക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പിങ്കി വിളിച്ചു നോക്കിയാണ്. പക്ഷെ റിങ് ചെയ്യുന്നിട്ട് കോൾ എടുക്കുന്നുമില്ല. ഒരു കാര്യം പിങ്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി, ഇപ്പോൾ ഇവിടെ ആരുമില്ലെന്ന് തോന്നുന്നു, നമുക്ക് പോയേക്കാം. വേണ്ട പപ്പ, പോകണ്ട പപ്പ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഏതായാലും ഡോക്ടർ ആൻറ്റിക്ക് ചികിത്സയുള്ളതല്ലേ, എന്നെ ട്രെയിനിങ് ചെയ്യിക്കണ്ടേ? അപ്പോൾ പിന്നെ പറ്റില്ലല്ലോ. ഡോക്ടർ ആൻറ്റി വരും, നമുക്കിവിടെ കുറച്ചിന് വെയിറ്റ് ചെയ്യാം. എങ്കിൽ പിന്നെ ഗൗതം, നമുക്കിവിടെ കുറച്ചിന് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ദേ വരുന്നു നന്ദയും അതേപോലെ തന്നെ ഗൗരിമോളും കൂടി അമ്പലത്തിൽ പോയിട്ട് വരികയായിരുന്നു. നിങ്ങൾ എത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളെ കാണാതിരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ പോകാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോയത്. അങ്ങനെ
അങ്ങോട്ടേക്ക് വിടുകയാണ്. അപ്പോൾ നമ്മുടെ പിങ്കി പറയാണ്, ഏതായാലും ഡോക്ടറെ നന്ദയെ ഒന്ന് കാണണമെന്ന് ഗൗതത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതല്ല, എനിക്ക് നന്ദയോടൊരു നന്ദി പറയാനായിട്ട് പറ്റിയില്ലേ, അതുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി ഞാൻ വന്നതാണ്. നന്ദി പറയാനോ? എന്തിന്? അതിൻ്റെ കാര്യമുണ്ടോ? കാര്യമുണ്ട്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദുമോൻ്റെ മനസ്സ് മാറുമെന്ന്. പക്ഷേ നന്ദ എത്ര സോഫ്റ്റായിട്ട് തന്നെയാണ് അവൻ്റെ മനസ്സ് മാറ്റിയത്. ഇപ്പം അവന് ഞങ്ങളോട് വലിയ സ്നേഹമാണ്, അവൻ്റെ ഫുൾ മനസ്സ് മാറി. പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്നായതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇനി അവന് യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമല്ലോ. ഒരുപക്ഷെ ഞങ്ങൾ പിന്നീട് ഒരു ദിവസം ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് എങ്ങനെ പ്രതികരിക്കുമെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ പിങ്കിയും ഒരുപാട് നന്ദി പറയുകയാണ്. നന്ദയെ ഞങ്ങളെക്കുറിച്ചുള്ള നന്ദയുടെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ നന്ദയെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിൽ വളരെ വലിയൊരു സ്ഥാനം തന്നെയാണ്. ഇത് കേട്ട നന്ദ പിങ്കിക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. ലക്ഷ്മി കടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കണം പിങ്കി, പിന്നെ ഭർത്താവിന് തൊട്ട് കൊടുക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിൻ്റെയും പിങ്കിയുടെയും മുഖഭാവം ഒന്ന് മാറുകയാണ്. എന്താ നോക്കി നിൽക്കുന്നത്, ഭർത്താവിനെ തൊട്ട് കൊടുക്ക് പിങ്കി. അങ്ങനെ നന്ദ നിർബന്ധിച്ചതിന് ശേഷം പിങ്കി ഗൗതത്തിൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുക. ഗൗതത്തിന് അത് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടുമില്ല. അപ്പോൾ പക്ഷേ നന്ദയ്ക്കാണെങ്കിലും സങ്കടം തോന്നി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ഒരു കോള് വരികയാണ്. ഇത് മൂർത്തി സാറാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ശരി സാർ, ഓക്കെ സാർ, വന്നേക്കാം. ഇത് എന്തിനുള്ള കോളാണെന്നറിയാമോ? ഒരു മെഡിക്കൽ ട്രെയിനിങ്ങിൻ്റെ കോളാണ്. അതിന് പങ്കെടുക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടോ എന്ന് പറയാൻ വേണ്ടി വിളിച്ച. നന്ദ എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നന്ദുമോനെ ഈ ട്രെയിനിങ്ങിൽ മത്സരിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. ഇത് കേട്ട ഗൗതത്തിനും പിങ്കിക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അതെ, നന്ദുവിനെ വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്ദുവിനെ കൊണ്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യിപ്പിക്കാം. അപ്പോൾ വളരെയേറെ സന്തോഷമായ കാര്യമാണ് അവിടെ പറഞ്ഞു കൂട്ടിയത്. അങ്ങനെ നമ്മുടെ ഗൗരിയെ കാണിക്കുകയാണ്. അപ്പോൾ ഗൗരി നന്ദുവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും കിട്ടിയില്ലേ? ആര് പറഞ്ഞു? എൻ്റെ അച്ഛനും അമ്മയും അല്ല അവർ. അങ്ങനെ പറയരുത്, നിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ പപ്പയെ പോലത്തെ ഒരു പപ്പ, സൂപ്പർ പപ്പയല്ലേ പോലീസുകാരൻ. എൻ്റെ കാര്യം നോക്കിക്കണ്ടേ, എനിക്ക് പപ്പയുണ്ടോ? പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു ആശ്വാസമായിരുന്നു, എന്ത് സന്തോഷം. എൻ്റെ പപ്പ എല്ലായിടത്തും തന്നെ കൊണ്ടുപോകില്ലേ? നിൻ്റെ അമ്മയില്ലേ കൊണ്ടുപോകാനായിട്ട്? അമ്മയ്ക്ക് പറ്റോടാ, അമ്മയ്ക്ക് ജോലിയൊക്കെ ഉള്ളല്ലേ, അപ്പം പപ്പയ്ക്കും ജോലിയില്ലേ? എടാ പൊട്ടാ, പപ്പ രാത്രി ആയാലും കൊണ്ടുപോകും. പപ്പയ്ക്ക് പേടിയില്ലല്ലോ, അതുകൊണ്ട് പപ്പ എല്ലായിടത്തും കൊണ്ടുപോകും. അതേപോലെ തന്നെ നിൻ്റെയും പപ്പ എല്ലായിടത്തും നിന്നെ കൊണ്ടുപോകുന്നില്ലേ, അപ്പം സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് കൊച്ചു പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കണം. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.